ഗിൽക്രിസ്റ്റും ഹൈഡനും പോണ്ടിങ്ങും സൈമൺസുമെല്ലാം അടങ്ങിയിരുന്ന മൈറ്റി ഓസ്ട്രേലിയയെ വിറപ്പിച്ച് നിർത്തിയ ടീം. 2003 ലോകകപ്പിൽ ഇന്ത്യ, ഓസ്ട്രേലിയ, ശ്രീലങ്ക പോലുള്ള വമ്പൻ ടീമുകളോടൊപ്പം സെമി ഫൈനലിലെത്തിയ ഒരു ടീം. അത് ഇംഗ്ലണ്ടോ സൗത്ത് ആഫ്രിക്കയോ ഒന്നും ആയിരുന്നില്ല, കെനിയയായിരുന്നു. എന്നാൽ ഇന്നോ ലോകകപ്പിന് പോലും യോഗ്യത നേടാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഒരു കാലത്ത് ലോക ക്രിക്കറ്റിൻ്റെ തന്നെ അത്ഭുതമായിരുന്ന കെനിയ എങ്ങനെ ഇത്ര പുറകോട്ട് പോയി? എന്താണ് സംഭവിച്ചത്? അതാണ് ഇന്നത്തെ വീഡിയോ. 1980കളിൽ ബ്രിട്ടീഷ് ഭരണകാലത്താണ് കെനിയയിൽ ക്രിക്കറ്റ് സജീവമായി തുടങ്ങുന്നത്. 1981 ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ കെനിയ പിന്നീട് ICCയുടെ അസോസിയേറ്റ് അംഗമായി മാറുകയും ചെയ്തു. ആദ്യമായി കളിക്കുന്ന 96 ലോകകപ്പിൽ തന്നെ സാക്ഷാൽ ലാറയും ചന്ദർപോളുമെല്ലാം അടങ്ങിയിരുന്ന വെസ്റ്റ് ഇൻഡീസിനെ 73 റൺസിനാണ് തകർത്തുവിട്ടത്. ക്രിക്കറ്റ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒന്നായിരുന്നു അത്. എന്നാൽ കെനിയൻ ക്രിക്കറ്റിൻ്റെ സുവർണ കാലഘട്ടമായി ക്രിക്കറ്റ് ലിപികളിൽ എഴുതി ചേർത്തത് 2003 കാലഘട്ടമാണ്. അവിശ്വസനീയമായ പടയോട്ടം തന്നെയായിരുന്നു അവർ കാഴ്ചവെച്ചത്. 2003 ലോകകപ്പിൽ ശക്തരായ ശ്രീലങ്കയെയും ബംഗ്ലാദേശിനെയും കാനഡയെയും തോൽപ്പിച്ച് സൂപ്പർ 6 മുന്നേറുന്നു. സൂപ്പർ 6 സിംബാബ്വേയെയും തോൽപ്പിച്ച്. എന്നാൽ അതൊന്നുമായിരുന്നില്ല ഹൈലൈറ്റ്. സൂപ്പർ 6 ഓസ്ട്രേലിയയുമായിട്ടുള്ള ഒരു പോരാട്ടമുണ്ടായിരുന്നു. അതാണ് ആ ടൂർണമെൻറ്റിലെ തന്നെ ഹൈലൈറ്റായി മാറിയത്. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെയൊക്കെയായിരുന്നു കളിയുടെ തുടക്കത്തിൽ തന്നെ ഹാട്രിക് നേടി ബ്രെഡ്ലി ഹീറോയാകുന്നു. 3 റൺസിന് 3 വിക്കറ്റ് എന്ന രീതിയിൽ സമ്മർദ്ദത്തിലാകുന്ന കെനിയയെ ക്യാപ്റ്റൻ ഡിക്കോളയുടെ അർദ്ധ സെഞ്ചുറിയുടെ ബലത്തിൽ 178 റൺസ് എന്ന സ്കോറിലേക്ക് നയിച്ചു. ലക്ഷ്യത്തിലേക്ക് അനായാസം ബാറ്റ് വീശിക്കൊണ്ടിരുന്ന ഹൈഡനും ഗിൽക്രിസ്റ്റും പെട്ടെന്ന് കളി തീർക്കുമെന്ന് തോന്നിച്ചെങ്കിലും അപ്പോഴായിരുന്നു വെറ്ററൻ ബൗളറായ ആസിഫ് കരീമിൻ്റെ വരവ്. പിന്നീട് കണ്ടത് ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്പെല്ലായിരുന്നു. 8 ഓവർ എറിഞ്ഞ ആസിഫ് വിട്ടുകൊടുത്തതാകട്ടെ വെറും 7 റൺസ്. അതുമാത്രമല്ല, എറിഞ്ഞത് 6 മീഡിയൻ ഓവറുകളാണ്. കൂടാതെ 3 വിക്കറ്റുകളും സ്വന്തമാക്കി. പിന്നീട് സൈമൺസിന്റെ ചിറകിലേറി ഓസ്ട്രേലിയ വിജയം പിടിച്ചെടുത്ത് ഞെട്ടലൊഴിവാക്കുകയായിരുന്നു. അവിശ്വസനീയ പ്രകടനങ്ങളോടെ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്ത കെനിയ സെമി ഫൈനലിൽ ഇന്ത്യക്ക് മുന്നിൽ വീണുപോയെങ്കിലും കെനിയ അല്ലാതെ ഇന്നേ വരെ ടെസ്റ്റ് പദവിയില്ലാത്ത ഒരു രാജ്യം ലോകകപ്പ് സെമിയിൽ പ്രവേശിച്ചിട്ടില്ല എന്നത് മറ്റൊരു ചരിത്രമാണ്. സ്റ്റീവ് ഡിക്കോള ആയിരുന്നു ബാറ്റിംഗ് കരുത്തെങ്കിൽ മോറിസ് ഒഡുംബയുടെ മികച്ച ഓൾറൗണ്ടർ മികവും തോമസ് ഒഡുയോ, കോളിൻസ് ഒബുയ എന്നിവർ നയിക്കുന്ന മികച്ച ബോളിംഗ് ആയിരുന്നു ടീമിന്റെ അവിഭാജ്യ ഘടകം. ഇവർ ഒരുമിച്ച് ചേർന്നപ്പോഴാണ് കെനിയ ഒരു വിസ്മയമായി മാറിയിരുന്നത്. എന്നാൽ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം തകിടം മറിയുകയായിരുന്നു. ക്രിക്കറ്റ് ബോർഡിലെ ഭരണ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയും കൊടുമ്പിരി കൊണ്ടപ്പോൾ അതിലും ആഭ്യന്തര ക്രിക്കറ്റ് ദുർബലമായി മാറുകയും ചെയ്തു. ടീമിലെ മികച്ച താരങ്ങളുടെ വിരമിക്കലും കൂടിയായപ്പോൾ കെനിയൻ ക്രിക്കറ്റിന്റെ പതനത്തിന് ആക്കം കൂടി. 2011 ശേഷം നടന്ന ഒരൊറ്റ ഏകദിന ലോകകപ്പിന് പോലും കെനിയക്ക് യോഗ്യത നേടാനായിട്ടില്ല. യുവതാരങ്ങളെ വളർത്തി ടീം മെച്ചപ്പെടുത്തി വീണ്ടും ഉയരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റ് അസോസിയേറ്റ് രാജ്യങ്ങൾ വേഗത്തിൽ വളർന്നു മുന്നേറുന്നത് ശക്തമായ ഒരു തിരിച്ചുവരവിന് കെനിയക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ. കെനിയ ICCയുടെ അസോസിയേറ്റ് അംഗമാണെങ്കിലും പഴയ മികവിലേക്ക് മടങ്ങാൻ ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. ക്രിക്കറ്റിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത ടീമാണ് കെനിയ. പക്ഷേ ആ ഉയരത്തിൽ നിന്ന് വലിയ പതനവും അവർ കണ്ടു. ഒരിക്കൽ കൂടി കെനിയയുടെ വീരോചിത പ്രകടനങ്ങൾ ലോകകപ്പ് വേദികളിൽ കാണാൻ സാധിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.